الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. ഇബാദത്തിന്റെ ഏതിനങ്ങളും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, ദുആ, അതുപോലെ ഇസ്തിആന സഹായത്തേട്ടം, അതുപോലെ ഇസ്തിആദ രക്ഷ തേടൽ, അതുപോലെ സുജൂദ്, അറവ്, നേർച്ച, ഇതുപോലെയുള്ള എന്തെല്ലാം ഇബാദത്തുകൾ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിൽക്കാലങ്ങളിൽ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്താണോ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം നേരെ അതിന്റെ എതിരായി പോകുന്ന അവസ്ഥയിൽ ഉണ്ടായതായി കാണാം. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അറിയപ്പെട്ട, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വിഭാഗം. ഈയിടെയായി, ഏകദേശം ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പായി, വളരെ കൗതുകവും എന്നാൽ അത് വായിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ന് ഇസ്ലാമിനെ പ്രതികരിക്കുന്ന ഈ ഒരു സമൂഹത്തിന് വന്ന ദുരവസ്ഥ ബോധ്യപ്പെടുന്ന ഒരു എഴുത്ത് വായിക്കാനിടയായി. ആ എഴുത്ത് ഈ സമസ്ത എന്ന വിഭാഗത്തിന്റെ കീഴ്ഘടകമായിട്ടുള്ള സുന്നി യുവജന സംഘം SYS എന്നുള്ള വിഭാഗം, അഥവാ അവരുടെ യുവാക്കളുടെ ഘടകം, അതിലെ സെക്രട്ടറിയും അതുപോലെ വർക്കിംഗ് സെക്രട്ടറിയും അതുപോലെയുള്ളവരെല്ലാം ഒപ്പുവെച്ച, അത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും പ്രകാശകന്മാരായിട്ടും അറിയപ്പെടുന്ന ആളുകളാണ്. അവർ ഒപ്പുവെച്ച ഒരു കത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അയക്കേണ്ടായി. പലരും അത് കണ്ടിട്ടുണ്ടാവും. അതിലെ ഇവർ ഒരു പരാതി ഉന്നയിക്കുകയാണ്. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഒരു നേതാവിന്റെ പ്രസംഗത്തിൽ വന്ന ഒരു വാക്ക്, ആ നേതാവ് ആരാണെന്നോ അല്ലെങ്കിൽ ആ നേതാവിനെ ന്യായീകരിക്കാനൊന്നുമല്ല നമ്മുടെ സംസാരം. ആ നേതാവ് നാളെ ഇന്ന് ഈ പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞാൽ നമ്മളതിന് ഉത്തരവാദികളൊന്നുമല്ല. നമ്മൾ ആ വിഷയം എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആ നേതാവ് പറഞ്ഞൊരു കാര്യം ഈ സമസ്ത എന്ന് പറയുന്ന ഇവരുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അതിന്റെ ഭാഗം നാം വായിക്കാം. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടുള്ള ആളുകൾക്ക് അവർ എഴുതിയതാണ്. സുന്നി വിശ്വാസങ്ങളെയും, ഇവിടെ സുന്നി എന്ന് ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലാക്കണം, സമസ്ത അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും പ്രത്യക്ഷമായി അപഹസിച്ചും ആക്ഷേപിച്ചും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഒരു വ്യക്തി നടത്തിയ പ്രസംഗം അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമല്ലോ. മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ അഥവാ സമസ്തക്കാരുടെ ആദർശത്തെ പാർട്ടി വേദികളിൽ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ജനറൽ സെക്രട്ടറിയുടെ നിലപാട് അങ്ങേയറ്റം ദുഃഖകരവും പ്രതിഷേധാർഹവുമാണ്. അപ്പൊ അവരുടെ ഈ ഒരു ആദർശത്തിനെതിരെ പരിഹസിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇനി എന്താണ് ഈ വ്യക്തി, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി പറഞ്ഞ വാദം എന്താണ്? അതാണ് തൊട്ടടുത്ത് പറയുന്നത്. നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം
സുന്നി അഥവാ സമസ്ത വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ്. അതായത് സമസ്തക്കാരുടെ വിശ്വാസത്തിന് വളരെയധികം വിഷമമുണ്ടാക്കുന്ന, ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ഈ വ്യക്തി പറഞ്ഞ വാക്ക് എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? നേരിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടനിലക്കാരായിട്ട് ഇടയാളന്മാരെ വെക്കുന്നത് എന്ന് പറഞ്ഞതാണ് ഇവരുടെ വിശ്വാസത്തിന് വളരെയധികം വേദനയായത്. ഇതിൽ ഒപ്പുവെച്ച ആളുകൾ ചെറിയ ആളുകളല്ല, അറിയപ്പെട്ട, കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഒന്ന് ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി എന്ന് പറയുന്നത്, വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ. ഇവരൊക്കെ അറിയപ്പെട്ട ആളുകളാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ. അപ്പൊ സത്യത്തിൽ എന്താണ് ഇവർക്ക് ഇത്രയധികം വേദനയായ ഈ വാക്കിന്റെ പൊരുൾ? അല്ലെങ്കിൽ ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു വിഭാഗം, അല്ലെങ്കിൽ സമസ്ത എന്നുള്ള വിഭാഗം, ഇവർക്ക് വേദനയുണ്ടാക്കിയ ഈ വാക്ക് അതാണോ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആദർശം? ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഒരു സമസ്തയുടെ ആദർശം പിൻപറ്റുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിച്ചു വളർന്ന ആ ഒരു കുടുംബത്തിലോ ആ ഒരു സമൂഹത്തിലോ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ, അവർ കേൾക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓരോ മുസ്ലിമും ജീവിതത്തിൽ ബോധ്യപ്പെടേണ്ടതുമായ ചില വിശ്വാസ കാര്യങ്ങൾ, എന്താണ് ഇസ്ലാമിന്റെ ആദർശവും ഈ പറഞ്ഞ ഈ സമസ്തക്കാർക്ക് ഇത്രയധികം കൊള്ളാൻ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന, ഖേദമുണ്ടാക്കുന്ന ദുഃഖകരമായിട്ടുള്ള വാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്, ഒരു മുസ്ലിം ആണെങ്കിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്നൊരു ബോധമുണ്ട്. നാളെ പരലോകത്തിൽ നമ്മെ സൃഷ്ടിച്ച റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധമുണ്ട്. അവിടെ സ്വർഗവും നരകവുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ആളുകൾക്കാണ് സ്വർഗമുണ്ടാവുക, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാകുന്നവരാണ് നരകാവകാശികൾ. ഇതെല്ലാം വിശ്വസിക്കുന്നവരാണ് ഒരു മുസ്ലിം. അപ്പൊ യഥാർത്ഥത്തിൽ ആ മുസ്ലിം എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കണം, എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കണം. ഇവിടെ സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ഇസ്ലാമും മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന, ഒരാൾ മുസ്ലിം ആകുന്നത്? അവൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? 2 ഷഹാദത്തുകൾ, അത് സാക്ഷ്യം വഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും അവൻ സാക്ഷ്യം വഹിക്കണം. ഇതില്ലാതെ ഒരാൾ മുസ്ലിം ആവില്ല. അപ്പൊ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഇലാഹുമില്ല, അല്ലെങ്കിൽ ആരാധനക്ക് അർഹനായിട്ട്, ആരാധിക്കപ്പെടേണ്ടവനായിട്ട് ഒരാളും തന്നെയില്ല അള്ളാഹു അല്ലാതെ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും റസൂലുകളെ അയച്ചിട്ടുള്ളത്. അള്ളാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. അവർക്ക് നൽകിയ വഹി എന്താണ്? ഞാനല്ലാതെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഏതൊരു സമൂഹത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ട് അവർ പറഞ്ഞ കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തോ അതിനെല്ലാം ഒഴിവാക്കണം. ഇതാണ് തൗഹീദ്. ഇത് പഠിപ്പിക്കാനാണ് റസൂലുകളെ നിയോഗിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, എന്താണ് തൗഹീദിനെതിരായിട്ടുള്ള കാര്യം? തൗഹീദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് തൗഹീദിനെതിരായിട്ടുള്ള കാര്യം? അതാണ് ശിർക്ക്. അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് നൽകുക, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു വ്യക്തിയെ വെക്കുക. എപ്പോഴാണ് ഈ മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്? അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സമസ്തയിലെ വ്യക്തികൾ എന്നെഴുതിയ, അല്ലെങ്കിൽ അതിന്റെ പോഷക ഘടകങ്ങളിലുള്ള ആ ആദർശം പിൻപറ്റുന്ന ആളുകൾ എഴുതിയ, അവർക്ക് വേദനിപ്പിച്ച ഈ വാദം അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ, അള്ളാഹു അല്ലാത്ത ഇടയാളന്മാരെ അതിനിടയിൽ വെക്കണമോ എന്ന ഈ വാക്ക് അവർക്ക് വിഷമിപ്പിക്കാൻ എന്താണ് കാരണമുണ്ടായത് എന്നും, അതിന്റെ നിരർത്ഥകതയും അത് എത്രത്തോളം അപകടം പിടിച്ച, അതിനെതിരായി പറയുന്നത് എത്രത്തോളം അപകടം പിടിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശിർക്ക് കടന്നു വന്നത് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം 10 തലമുറകളിൽ ശിർക്കിന്റെ അംശം ഉണ്ടായിട്ടില്ല. അവർ തൗഹീദുള്ളവരായിരുന്നു.
പക്ഷെ മഅസിയത്തുകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, മദ്യപാനം ഉണ്ടായിട്ടുണ്ട്, വ്യഭിചാരം ഉണ്ടായിട്ടുണ്ട്, പല തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ഈ 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവരിൽ ശിർക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് വന്നത്? അവരിലുള്ള സ്വാലിഹീങ്ങൾ മരണപ്പെട്ട സമയത്ത് ആ സ്വാലിഹീങ്ങളുടെ അടയാളമായിക്കൊണ്ട്, അവരുടെ ഖബറിന്റെ അടയാളമായിക്കൊണ്ട് അവിടെ ഒരു അടയാളം വെക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ ഒരു കല്ലുകൊണ്ടോ മരം കൊണ്ടോ വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് അടുത്ത സമൂഹം വന്നപ്പോഴേക്കും അവരെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി. അതായത് നമ്മൾ പാപികളാണ്, നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് നേരിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാകില്ല? അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല. നമ്മൾ തിന്മയിൽ മുഴുകിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഈ സ്വാലിഹീങ്ങൾ വഴി ഇവരെ ഇടയാളന്മാരാക്കിയിട്ട് നമുക്ക് അള്ളാഹുവിനോട് തേടാം, അള്ളാഹുവിനോട് പാപമോചനം തേടാം എന്ന് ഇബ്ലീസ് അവരോട് പ്രോത്സാഹിപ്പിക്കാം. അവരങ്ങനെ ചെയ്തപ്പോഴാണ് അള്ളാഹു ആദ്യത്തെ റസൂലിനെ അയച്ചത്. ആദ്യത്തെ റസൂൽ ആരാ? നൂഹ് നബി അലൈഹിസ്സലാം. ഈ വിഗ്രഹങ്ങൾ, അന്ന് ആ സമൂഹത്തിലുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ വിഗ്രഹങ്ങൾ, വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്നീ വിഗ്രഹങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം അറബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതരാകുന്ന ആ സമൂഹത്തിലും ഈ വിഗ്രഹങ്ങളെയാണ് മറ്റു പല പേരുകളിലായിട്ട് ആരാധിക്കപ്പെടാൻ കാരണമായത്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ, റിവായത്തിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, സ്വാറത്തിൽ ഔസാനുല്ലതി കാനത് ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് പിന്നീട് അറബികൾക്കിടയിൽ വിഗ്രഹങ്ങളായി വന്നത്. അത് ചരിത്രത്തിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾ തന്നെയാണ് പിന്നീട് ആരാധിക്കപ്പെടാൻ കാരണമായത്. അമ്മ വദ്ദുൻ കാനത് ലികൽബിൻ ബിദൗമത്തിൽ ഹൻദൽ ജൻദൽ. വദ് എന്നുള്ള ആ വിഗ്രഹത്തെ ഒരു നാട്ടിലെ ആളുകൾ, ജൻദൽ ആ പ്രദേശത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ ആളുകൾ എടുത്തു. വഅമ്മ സുവാഉൻ കാനത് ലിഹുദൈലിൻ. സുവാ എന്നുള്ളത് ഹുദൈൽ ഗോത്രത്തിലോ ആ പ്രദേശത്തിലോ പെട്ട ആളുകൾ. വഅമ്മ യഗൂസ് ഫകാനത് ലിമുറാദ്. യഗൂസ് എന്നുള്ളത് മുറാദ് ഗോത്രത്തിൽപ്പെട്ടവർ. ثم لبني عطيف بالجوف عند السبع. പിന്നീട് അത് ബനു ഉതൈഫുകാർ അത് ഏറ്റെടുത്തു. വഅമ്മ യഊഖ്. യഊഖ് ആണെങ്കിലോ ഫകാനത് ലിഹംദാൻ. ഹംദാൻ കൂട്ടർക്ക്. വഅമ്മ നസ്റുൻ ഫകാനത് ലിഹിമൈർ ലിആലി ദിൽ ഖലാഇ അസ്മാ ദിൽ ഖലാ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആളുകൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളുടെ പേരുള്ള ആളുകൾ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലെ സ്വാലിഹീങ്ങളുടെ പേരുകളാണത്. ഫലമ്മ ഹലകു. അവർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബൻ. അവർ മരണപ്പെട്ടപ്പോൾ ശൈത്താൻ അവരോട് പറഞ്ഞു, അവരിയ്ക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ സ്ഥാനങ്ങളിൽ ഓരോ വിഗ്രഹങ്ങൾ നാട്ടാൻ പറഞ്ഞു. വസമ്മൂഹ ബിഅസ്മാഇഹിം. അവർക്ക് ആ പേരുകൾ ഇടാൻ പറഞ്ഞു. ഫഫഅലു. അവരങ്ങനെ ചെയ്തു. ഫലം തുഅബദ്. പക്ഷെ ആരാധിക്കപ്പെട്ടിട്ടില്ല ആദ്യ സമയത്ത്. ഹത്താ ഇദാ ഹലക ഉലൈക. ആ സമൂഹം മരിച്ചു കഴിഞ്ഞപ്പോൾ വതനസ്സഖൽ ഇൽമു ഉബിദത്. ഇൽമു നഷ്ടപ്പെടുകയും പിന്നീട് അവർ ആരാധിക്കപ്പെടുകയും ഉണ്ടായി. ഇങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നിട്ടുള്ളത്. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാരെ വെച്ചിട്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഇടയാളന്മാരെ വെച്ചിട്ട്, അള്ളാഹുവിനോട് പാപമോചനം തേടാൻ ഇടയാളന്മാരെ വെച്ചിട്ട് ആളുകൾ ആരംഭിച്ചപ്പോൾ, അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തുണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അയച്ചത്. കാരണം ശിർക്ക് തുടങ്ങിയപ്പോഴാണ് റസൂലിനെ നിയോഗിച്ചത്. സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു എഴുത്തിൽ അവരേറ്റവും വേദനയോടുകൂടി പറഞ്ഞ വാക്ക് എന്തിനാണ് ഇടയാളന്മാർ എന്ന് പറഞ്ഞു. അത് ഈ സമസ്തയുടെ വിശ്വാസത്തെയും ആദർശത്തെയും തകർത്ത് കളയുന്ന, അതിനെ പരിഹസിക്കുന്ന വാക്കാണ് എന്ന് പറയണമെങ്കിൽ എന്തൊരു ദുരവസ്ഥയാണ് ആ സമൂഹത്തിന് വന്നിട്ടുള്ളത്. എന്തൊരു ദുഃഖകരമാണ് ഇങ്ങനൊരു കാര്യം പറയേണ്ടി വന്നതിലൂടെ അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ സമൂഹത്തിന്റെ വിശ്വാസം എന്താണ്? നമ്മൾ പഠിക്കണം. മുസ്ലിമീങ്ങൾ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് അല്ലെങ്കിൽ ഓരോ റസൂലിനെയും അയച്ചത്, അത് മനസ്സിലാക്കണം.
ഈ സമസ്തയിലെ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആ വിഭാഗത്തിൽപ്പെട്ട അതിൽ ജനിച്ചു വളരുന്ന ആളുകൾ അവർക്കിത് ധാരാളം പേർക്ക് ഇത് അറിയില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ പോലെയല്ല സാധാരണക്കാർ. ചില ആളുകൾ അവർ കാലങ്ങളായി ഇതാണ് കേട്ടിട്ടുള്ളത് എന്നുകൊണ്ട് മാത്രം അതിനെ പിൻപറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്താണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അവസ്ഥ. എന്നിട്ട് ഇന്ന് ഈ സമസ്ത പോലെയുള്ള വിഭാഗങ്ങൾക്ക് കീഴിൽ അതിനെ വാദിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് അള്ളാഹു എന്നൊരു ഇലാഹുണ്ട്, നിങ്ങൾക്കൊരു റബ്ബുണ്ട്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനല്ല. മുസ്ലിമീങ്ങളുടെ ധാരണ അതെയാണ്. പൊതുസമൂഹത്തിലുള്ള ആളുകളുടെ ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതരായത് ഇന്ന് കാലത്തെ ഹൈന്ദവരെ പോലെ അള്ളാഹുവിനെ അറിയാത്ത കുറെ ആളുകൾക്ക് അള്ളാഹ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വന്നതാണ് എന്നാണ്. ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കൂ. സൂറത്തുൽ മുഅ്മിനൂനിലെ 89 വരെയുള്ള 84 മുതൽ 89 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ ഖുർആൻ എടുത്ത് അത് പരിശോധിച്ചു നോക്കണം. അതിന്റെ ആയത്തുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. അതിലെന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഖുൽ, നബിയെ ചോദിക്കുക, മുശ്രിക്കീങ്ങളോട് ചോദിക്കുക, ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ, ആരുടേതാണ് ഈ ഭൂമി നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തദക്കറൂൻ, അവർ പറയും അത് അല്ലാഹുവിന്റേതാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, എന്നിട്ട് അവരെന്താ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്അ വറബ്ബുൽ അർശിൽ അളീം, ആരാണ് ഏഴ് ആകാശങ്ങളുടെയും അർശിന്റെയും റബ്ബ് ആരാണ്? സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ, അവർ പറയും അല്ലാഹുവാണ്. ആര് പറയും? അബൂലഹബും അബൂജഹലും അടങ്ങുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളെ വിളിച്ചു നിർത്തി നമ്മൾ ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് ഇതിന്റെ റബ്ബ്, ആരാണ് ഉപജീവനം നൽകുന്നത്, ആരാണ് മഴ പെയ്യിക്കുന്നത്? അവര് പറയും അത് അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു വെക്കും, ഒന്ന് ആലോചിച്ചു വെക്കും. അത് അല്ലാഹുവാണെന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ചു വെക്കും. വീണ്ടും ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ, ആരുടെ കയ്യിലാണ് എല്ലാവിധ ഖജനാവുകളും ഉള്ളത്, അവനാണ് രക്ഷ നൽകുന്നത്, അവനിൽ നിന്ന് രക്ഷ നൽകാൻ ഒരാൾക്കും സാധിക്കില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയൂ. അള്ളാഹു പറയാണ് സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കലാമായ എല്ലാവരും ഏതൊരു മുസ്ലിമും അംഗീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അള്ളാഹു തആല പഠിപ്പിക്കുന്ന കാര്യമാണിത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയ, ഇനി മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് തേടാത്തവരാണോ? അല്ല, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, കപ്പലിൽ അവർ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെങ്ങാനും കടലിന്റെ നടുവിലെല്ലാം അകപ്പെട്ട് കഴിഞ്ഞാൽ ദഅവുല്ലാഹ്, ആ വാക്കുകൾ ആലോചിക്കണം. ഇത് കേൾക്കുന്ന അള്ളാഹുലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണം, വലിയകൾ വേണം, സ്വാലിഹീങ്ങൾ വേണം, ശുപാർശകർ വേണം. ഇവർ വഴിയെ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കീങ്ങൾ, അബൂജഹലും അബൂലഹബും അടങ്ങുന്ന മുശ്രിക്കീങ്ങൾ, അവരെ പറ്റിയാണ് അള്ളാഹു പറയുന്നത് ദഅവുല്ലാഹ, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതും പറയാണ് മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി. ആരെ പറ്റിയിട്ടാ പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ പറയാ നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനെ വിളിച്ച് തേടിയിരുന്നു അവർ. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, പക്ഷേ വീണ്ടും കരയിലെത്തിയാൽ അവർ ശിർക്ക് ചെയ്യും, അവർ ശിർക്ക് ചെയ്യുന്നവരാകും. ഇനി നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് അബൂജഹൽ തേടിയ ഒരു തേട്ടം ചില റിവായത്തുകൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സന്ദർഭം ഏതാണെന്നറിയോ? ബദർ യുദ്ധത്തിന്റെ സന്ദർഭം. ബദർ യുദ്ധത്തിൽ മക്കയിൽ മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരുമ്പോൾ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യുദ്ധമൊന്നും ഉദ്ദേശിക്കാതെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുന്ന അവസ്ഥ. അപ്പോ യുദ്ധത്തിന് ആ ഒരു അവസരം എത്തി എന്നുള്ള സന്ദർഭത്തിൽ അബൂജഹൽ മക്കയിൽ നിന്ന്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? ഈ ഒരു കൊച്ചു സംഘത്തെ അള്ളാഹ് നീ എങ്ങാനും നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കാൻ പിന്നെ ആരും ഉണ്ടാകില്ല. അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം. എന്താണ്? അല്ലാഹുമ്മ അഖ്തഅനാ ലിർറഹം വആതാനാ ബിമാ ലാ നഅരിഫ് വഅഹിൻഹുൽ ഗദാത് ഫകാന അൽമുസ്തഫ്തിഹ്
സഅലബ ഇബ്നു സഈർ പറയുകയാണ്. അതായത് അബൂജഹൽ പറയാണ്, മുഹമ്മദ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത കാര്യം കൊണ്ടുവന്നു, ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ പ്രാർത്ഥിച്ചു. മറ്റൊരു റിവായത്തിൽ ഇബ്നു ജരീർ അത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അബൂജഹൽ ബദർ ദിവസത്തിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഉൻസുർ അഹ്ദൽ ഫിഅതൈൻ, ഈ രണ്ട് വിഭാഗത്തിൽ നേർമാർഗത്തിൽ ഏതാണോ അവരെ നീ സഹായിക്കണമേ, വഖൈറൽ ഫിഅതൈൻ, ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ഉത്തമരാരാണോ അവരെ നീ സഹായിക്കണമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കി, അബൂജഹൽ ആരെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നെ എന്ത് വിഷയത്തിന്റെ മേലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലെത്തി ഈ ബദർ യുദ്ധം ഉണ്ടാകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അബൂജഹൽ അതാ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനാണ് അവിടെ യുദ്ധമുണ്ടായത്? അതാണ് വിഷയം. യുദ്ധമുണ്ടായത് ആരാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന വിഷയത്തിലാണ്. അള്ളാഹുവിലേക്ക് ഇടയാളന്മാരില്ലാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത് ആരാണ് എന്ന വിഷയത്തിലാണ് മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയാത്ത ആളുകളല്ല മക്കയിലെ മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിനെ അറിയുന്നവരാണ്. പിന്നെ എന്താണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്? അവർക്ക് അള്ളാഹിനെ അറിയാം, അള്ളാഹിനെ റിസ്ക് കേൾക്കുന്നത് അംഗീകരിക്കുന്നുണ്ട്, അവർ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടി കാണിച്ചത്? കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലായിരുന്നു. ഇന്ന് കാലത്തെ ധാരാളം മുസ്ലിമീങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ സ്വീകരിച്ച് അവരുടെ മേലെ ബലമേൽപ്പിച്ച് അവരോട് പ്രാർത്ഥിച്ച് അവരോട് ശുപാർശ തേടി ജാറങ്ങളിലും അതുപോലെ ഔലിയാക്കളിലും കല്ലിലും മരത്തിലും വരെ ആരാധിക്കുന്ന അവസ്ഥയിൽ ആളുകൾ മാറിപ്പോയത്. ഈ ഒരു ആയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കും. സൂറത്ത് സ്വാദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ മുശ്രിക്കീങ്ങൾ തിരിച്ചു പറഞ്ഞൊരു മറുപടിയാണ്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഈ എല്ലാ ഇലാഹുകളെയും കൂടി ഒറ്റ ഇലാഹാക്കണം എന്നാണോ പറയുന്നത്? അത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു ആണ് റബ്ബ് എന്നറിയുന്ന ഒരു സമൂഹം, അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നറിയുന്ന സമൂഹം, അള്ളാഹു ആണ് ഉപജീവനം നൽകുന്നെന്ന് അറിയുന്ന സമൂഹം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങളുടെ ഇലാഹുകളെ അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാരായി ഞങ്ങൾ വെച്ചിട്ടുള്ള ഈ ലാത്തയെയും ഉസ്സയെയും മനാത്തെയും പോലെയുള്ള ഇടയാളന്മാരെ എല്ലാം ഒഴിവാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണോ ഈ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് അത്ഭുതകരമായിട്ടൊരു കാര്യമാണല്ലോ. അതാണ് അവർക്ക് മനസ്സിലായത്. എന്നാൽ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ള ഈ സമസ്ത പറയുന്ന ഈ ആദർശം പിൻപറ്റുന്ന ആളുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ CM മടവൂരിന്റെ ജാറത്തിലേക്ക് പോയി അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ മമ്പുറം തങ്ങളുടെ ജാറത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബദരീങ്ങളെയോ മുഹീദ്ദീൻ ഷെയ്ഖിനെയോ വിളിക്കുന്നത്? അവർ പറയുന്നൊരു മറുപടി എന്തായിരിക്കും എന്നറിയോ? അവർ പറയുന്ന മറുപടി എന്തായിരിക്കും എന്നറിയോ? ഞങ്ങൾക്കറിയാം അള്ളാഹു ആണ് റബ്ബ്, ഞങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, അള്ളാഹു ആണ് ഇലാഹി എന്ന് ഞങ്ങൾക്കറിയാം എന്നവർ പറയും. എന്നാൽ അവർ ആ ഇലാഹി എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്ന അർത്ഥം വേറെയാണ്. അതായത് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരു ഇലാഹില്ല എന്ന യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതും, എന്നാൽ ഈ സമസ്തയുടെ പഠിപ്പിക്കുന്ന ആദർശം പിൻപറ്റുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും അവർ മനസ്സിലാക്കുന്ന പറയുന്ന അർത്ഥം വേറെയാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുക്കുന്ന അർത്ഥം ഒന്നെങ്കിൽ ലാ വുജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉള്ളവനായിട്ട് ഒരു ആളുമില്ല, അല്ലെങ്കിൽ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ളവനായിട്ട് ഒരാളുമില്ല. ഇതാണ് അവർ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിമാർ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ സഹായം തേടരുത്, അള്ളാഹുവിന് മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യരുത്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറിവ് നടത്തരുത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, തൗഹീദിന്റെ ആളുകൾ പറയുന്നത്. പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നല്ലോ പറയുമ്പോൾ അവർ വെക്കുന്ന അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ റബ്ബില്ല എന്നതാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അവർക്കത് ബോധ്യപ്പെടാത്തത്. അവർ പറയുന്ന അർത്ഥം തന്നെ പിഴച്ചതാണ്. ഇനി സഹോദരങ്ങളെ,
ഈ മക്കയിലെ മുശ്രിക്കുകൾ നമ്മൾ പറഞ്ഞു, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അവരോട് യുദ്ധം ചെയ്യാനും അവർ മുശ്രിക്കുകളാണെന്ന് പറയാനും കാരണം എന്താണ്? അവർ ഇടയാളന്മാരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. 3 കാരണങ്ങളാണ് ആ ഇടയാളന്മാരെ സ്വീകരിക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പരിശോധിച്ചാൽ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കുകാരെ ചേർക്കാൻ അതിന് ഇടയാളന്മാരെ വെച്ച് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാനുള്ള കാരണം 3 കാരണങ്ങളാണ് പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും സമസ്തയുടെ ആദർശം പിൻപറ്റുന്ന ഒരാളോട് നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുത്താൽ ഈ 3-ലൊരു കാരണം അവരും പറയും. നഊദു ബില്ലാഹ്. ഈ 3-ലൊരു കാരണം അവരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേൾക്കും. നമ്മൾ 3 കാരണങ്ങൾ. ഒന്നാമത്തേത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ശിർക്ക് ചെയ്യുന്നതിന് പറഞ്ഞിരുന്നത് സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറയാണ്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായിട്ടുള്ള ദീൻ അത് അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ളവർ, അവർ പറയും മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഒന്നാമത്തെ വാദം, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല അള്ളാഹുവിലേക്ക് ഒരടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ. ഇവർക്കൊരു കഴിവുമില്ല, ഇവര് ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല, ഇവര് ഞങ്ങൾക്ക് ഉപജീവനം നൽകി എന്ന് പറയുന്നില്ല. പക്ഷേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ആളുകളാണ് ഈ ഖബറിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ജാറത്തിലുള്ളത്, അല്ലെങ്കിൽ ഇന്ന വലിയ എന്നവർ പറയും. ഒന്നാമത്തെ വാദം ഉറപ്പല്ലേ? അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ അവർ ഈ വാദം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. രണ്ടാമത്തെ വാദം മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാഹു തആല പറയാണ് സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അല്ലാഹുവിന് പുറമെ ഒരു ഉപദ്രവവും ചെയ്യാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകളെ അവർ ആരാധിക്കുന്നു, അല്ലെങ്കിൽ വസ്തുക്കളെ ആരാധിക്കുന്നു. എന്നിട്ട് പറയാണ് വയഖൂലൂൻ, എന്നിട്ട് ആ മുശ്രിക്കീങ്ങൾ പറയുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടർ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ഇലാഹുകൾ അള്ളാഹുവിലേക്കുള്ള ഞങ്ങളുടെ ശുപാർശകരാണ്, അള്ളാഹുവിലേക്കുള്ള ശുപാർശകരാണ്, അഥവാ ഇടയാളന്മാരാണ്. രണ്ടാമത്തെ വാദം ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സമസ്ത ആദർശം പിൻപറ്റുന്ന ആളുകൾ അവർ ഈ ജാറത്തിൽ പോകാനും അള്ളാഹു അല്ലാത്ത അവർ ഔലിയാക്കളെ വിളിച്ച് തേടുന്നതിനും ഈ വാദം അവർ പറയും. മൂന്നാമത്തെ വാദം അവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ ആയത്തിൽ പറയുന്നു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, മുശ്രിക്കീങ്ങളോട് പറയപ്പെട്ടാൽ, തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ, അല്ലാഹു ഇറക്കിയിട്ടുള്ള, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇറക്കിയിട്ടുള്ളതിലേക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, എന്റെ വാപ്പയും എന്റെ വാപ്പാന്റെ വാപ്പയും ഒക്കെ ആയിട്ട് വരുന്ന ഈ ദീന് മതി ഞങ്ങൾക്ക് എന്നവർ പറയും. ഇത് മതി എന്ന് അവർ പറയും. എന്നിട്ട് അല്ലാഹു പറയാൻ, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാര് ഒരു അറിവുമില്ലാത്ത, നേർമാർഗത്തിലല്ലാത്ത ആളുകളായിരുന്നാലും ഈ വാദമാണ് അവർ പറയുന്നത്. വേറൊരു ആയത്തിൽ കൂടി അള്ളാഹു പറയുന്നുണ്ട് ഇതേ കാര്യം. സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയത് പിൻപറ്റൂ എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഏതൊന്നിലായിരുന്നുവോ അതിലേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. മൂന്നാമത്തെ വാദം ഇതായിരിക്കും, ഞങ്ങളുടെ കാരണവന്മാരും പിതാക്കന്മാർ ഏതൊന്നിലാണോ അത് മതി ഞങ്ങൾ. എന്റെ ഉപ്പി എന്റെ വെല്ലിപ്പിയൊക്കെ ഇതേ ആദർശത്തിലായിരുന്നു, അതുകൊണ്ട് അതിൽ ഞാനും പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്ന മൗലവി, ഇന്ന ഉസ്താദ് ഇന്ന ആദർശത്തിലാണ്, അതുകൊണ്ട് ഞാനും അതിൽ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ഇമ്മഅത്ത് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ. ഈ 3 വാദങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെച്ച് അവരെ ആരാധിച്ച് അവരോട് പ്രാർത്ഥിച്ച് അവരോട് ശുപാർശ തേടി അവരോട് സഹായം തേടിയിരുന്ന ആളുകൾ അള്ളാഹുവിന് ശിർക്ക് ചെയ്തിരുന്ന, ശാശ്വതമായി നരകാവകാശിയാകുന്ന, സ്വർഗത്തിൽ പ്രവേശനം പോലും ലഭിക്കാത്ത പാപമായിട്ടുള്ള, ദുൽമായിട്ടുള്ള, അക്രമമായിട്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന വാദമാണ്. ഇത് കേൾക്കുന്ന സമസ്ത ആദർശം പിൻപറ്റുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഇത് തന്നെയല്ലേ നിങ്ങൾക്കും പറയാനുണ്ടാവുക?
അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു ജാറത്ത് പോയിട്ട് എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവരോട് എന്തിനാണ് ശുപാർശ തേടുന്നത്? അവരുടെ മുമ്പിൽ എന്തിനാണ് സുജൂദ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇബാദത്തിന്റെ ഇനങ്ങൾ അവരുടെ മേലെ അർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതല്ലാത്ത എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? നഊദു ബില്ലാഹ്. എവിടെയാണ് ഈ ഒരു സമൂഹത്തിന്റെ നിലപാട്? എന്താണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ വാദമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കെ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു ഇടയാളനെ വെച്ചുകൊണ്ട് സാധിക്കുക? അല്ലാഹുവിലേക്ക് അടുക്കാൻ വേറൊരു ഇടയാളനെ വെക്കാൻ സാധിക്കുക? അങ്ങനെ വെക്കുന്ന ആളുകളെ പറ്റി പോലും അല്ലാഹു തആല പറഞ്ഞ എന്താണെന്നറിയോ? അതായത് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ കുറെ പാപം ചെയ്യുന്ന ആളാണ്, അപ്പൊ ഈ ഖബറിൽ കിടക്കുന്ന ആള് സ്വാലിഹായിട്ടുള്ളതാണ്, അതാണോ അല്ലേ എന്നുള്ള വേറെ കാര്യം. അത് അള്ളാഹുന്റെ വലിയാണ്, അതുകൊണ്ട് ഇയാൾ മുഖേന അടുക്കാം എന്ന് വിചാരിക്കുന്നതിന് അള്ളാഹു പറഞ്ഞ ഈ ആയത്ത് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു തആല പറയാണ് സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്തിൽ പറയാണ്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്. അവരിൽ ഏറ്റവും അടുത്ത ആളുകൾ തന്നെ, ഇനി അള്ളാഹുവിനേറ്റ് അടുത്ത ആളുകൾ തന്നെ അള്ളാഹുവിലേക്ക് വേറെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള ഒരു വസീല, ഒരു സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ആളുകളാണ് അവർ. യർജൂന റഹ്മത വയഖാഫൂന അദാബഹ്. അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഉപജീവനം അഥവാ ഈ ജാറത്തിലും മറ്റും പോയി അവരെ ഇടയാളന്മാരാക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ബദരീങ്ങളെയോ അല്ലെങ്കിൽ ശുഹദാക്കളെയോ അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെയോ റിഫായി ഷെയ്ഖിനെയോ അല്ലെങ്കിൽ വലി എന്ന് പറയുന്ന ഏത് അള്ളാഹു അല്ലാത്ത അള്ളാഹുലേക്ക് ഇടയാളന്മാരെന്ന് പറഞ്ഞു വെച്ച് അവരോട് തേടുന്ന, അവരെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഏതൊരാളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉപജീവനത്തിന്റെ ഞെരുക്കം മാറ്റാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അവർ മരണപ്പെടുമായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം ശിഫ ചെയ്യാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അവർക്ക് രോഗം ബാധിക്കുമായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമെങ്കിൽ അത് അവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നില്ലേ? അവർക്കൊരു ദോഷം തടയാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർക്ക് ബാധിച്ച മരണത്തിൽ നിന്നും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ രക്ഷപ്പെടുമായിരുന്നില്ലേ? ഇല്ല, ഒരിക്കലും. അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഒരു ഇടയാളന്റെയും ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു ഇടയാളന്റെയും ആവശ്യമില്ല, ഒരു ശുപാർശകന്റെയും ആവശ്യമില്ല. ശുപാർശ എന്നുള്ളത് നാളെ പരലോകത്ത് അള്ളാഹു ശുപാർശകന് നൽകുന്ന ഒരു ഇക്രാമാണ്, ഒരു ആദരവാണ്. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ വേറൊരാൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഗൗരവം ശുപാർശയുടെ വിഷയത്തിൽ അത് വിശാലമായി പല സമയത്ത് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിലേറ്റവും വലിയൊരു അപകടം, ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് ഇന്ന ആളുടെ ശുപാർശ കൊണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇടയാളനായി നിന്നു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹുവിലേക്ക് രക്ഷപ്പെടാമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ 3 അപകടം പിടിച്ച വാദങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ വാദം, അള്ളാഹുവിന്റെ അടുക്കൽ എന്നെ പറ്റി പറയാൻ ഇന്ന ആളോട് പറയണം, അല്ലെങ്കിൽ ഇന്ന ആൾ വിചാരിച്ചാലാണ് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കൊരു ആവശ്യം നിറവേറ്റി കിട്ടുകയുള്ളൂ എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അയാൾ വാദിക്കുന്നത് അള്ളാഹുവിന് അടിമകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയില്ല എന്നതാണ്. ഇപ്പൊ നമ്മുടെ അവസ്ഥ ഒന്ന് അള്ളാഹുവിനടുത്ത് അവതരിപ്പിക്കാനാണ് ശുപാർശനെ സ്വീകരിക്കുക. അപ്പൊ അള്ളാഹുവിന് അടിമകളുടെ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായ അറിവില്ല എന്നൊരു വാദം. രണ്ടാമത്തേത്, അള്ളാഹുവിന് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവില്ല, അള്ളാഹു ദുർബലനാണ്, അള്ളാഹുവിനൊരു സഹായിയെ ആവശ്യമുണ്ട് എന്ന വാദം. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളെ മറ്റൊരാളെ കൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ള വാദം. അതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം. ഇപ്പൊ ശഫാഅത്ത് പറഞ്ഞാൽ എന്താ? ഇപ്പോ അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള ഏതെങ്കിലും മലക്കോ നബിയോ മുഖേന അവരോട് പറഞ്ഞ് അവര് മുഖേന അള്ളാഹുവിന്റെ അടുക്കൽ അതിന് രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഒരാൾ വിചാരിക്കുന്നത്, ശുപാർശ കൊണ്ട് വിചാരിക്കുന്നത്. അങ്ങനെ ഒരാൾ, അതാണ് പരലോകത്ത് ഉണ്ടാവുക എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ ഒരു തീരുമാനം മറ്റൊരു സൃഷ്ടി മാറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര ദുർബലനായിരിക്കണം? നഊദു ബില്ലാഹ്, ഒരിക്കലുമില്ല. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്, അത് അള്ളാഹു അനുവാദം നൽകുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന കാര്യമാണ്. ഒരാളോടും അയാളുടെ ശുപാർശ ചോദിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയുണ്ട്, പക്ഷെ ആ ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് നിങ്ങൾ ശുപാർശ ചോദിക്കണമെന്ന്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് റസൂലെ നാളെ പരലോകത്ത് നിങ്ങളുടെ ശുപാർശ കിട്ടുന്ന ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്? എന്റെ ഖബറിൽ വന്ന് എന്നോട് ശുപാർശ ചോദിക്കുന്നവനുണ്ടോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അസ്അദുന്നാസ് ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. നാളെ പരലോകത്ത്
എന്റെ ശുപാർശ കിട്ടുന്ന ഭാഗ്യവാൻ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. മറ്റൊരു ഹദീസ്, ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വസീലയും ഫളീലയും എല്ലാം തേടുന്ന ദുആ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഫമൻ സഅല ലി അൽ വസീല ഹല്ലത് ലഹു ശഫാഅ, എനിക്ക് വേണ്ടി വസീല തേടുന്നവൻ അവൻ എന്റെ ശുപാർശ നിർബന്ധമായി. അത് കാരണങ്ങളാണ്, പക്ഷെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ എനിക്ക് ശുപാർശ ചെയ്യണമേ എന്ന് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. കാരണം അതിന്റെ അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹു തീരുമാനിക്കുന്നവർക്ക് നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമസ്ത എന്നൊരു വിഭാഗത്തിന്റെ ആദർശത്തിനെ വ്രണപ്പെടുത്തുന്ന, പരിഹാസപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരു വാദമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന വാദം മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുള്ള വാദമാണ്. നിങ്ങൾ പറയുന്നത് അബൂജഹലും അബൂലഹബും പറഞ്ഞിട്ടുള്ള വാദമാണ്. നഊദു ബില്ലാഹ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നാളെ നരകത്തിൽ ശാശ്വതമാകുന്ന വാദമാണ് അത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉലമാക്കൾ ഈ ആയത്തിനെ പറയാറുള്ളത് ശിർക്കിന്റെ അടിവേരറുക്കുന്ന ആയത്ത് എന്നാണ്. ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും അടിവേരറുക്കുന്ന ആയത്ത് എന്നാണ് സൂറത്തു സബയിലെ 22, 23 ആയത്തുകളെ പറ്റി പണ്ഡിതന്മാർ പറയാറുള്ളത്. കാരണം ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ അത് 4 തരത്തിലായിരിക്കും, 4 രീതിയിലായിരിക്കും പങ്കു ചേർക്കുക. ഒന്നാമത്തേത് നിദ്ദൻ, അള്ളാഹുവിനെ ഒഴിവാക്കി അള്ളാഹുവിനൊരു പകരക്കാരനെ നിശ്ചയിക്കും. അഥവാ അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കാനും അധികാരപ്പെടുത്താനും കഴിവുള്ളവനായിട്ട് മറ്റൊരു ഇലാഹുണ്ട് എന്നുള്ള വാദം പറയുന്നവനായിരിക്കും. രണ്ടാമത്തേത് ശരീക്കൻ, അള്ളാഹു ഉണ്ടാകും, എന്നാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും പങ്കുചേർക്കും. അതാണ് ശരീക്കൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വഹീറൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും, പക്ഷേ അള്ളാഹുവിന് സഹായിയായിട്ട് ചില ആളുകൾ വേണം. ആകാശഭൂമികളെ നിയന്ത്രിക്കാൻ ചില സഹായികൾ അള്ളാഹുവിന് വേണം. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ. നാലാമത്തേത് ഷഫീഅൻ, അള്ളാഹുവിലേക്ക് ശുപാർശകനായിട്ട് ഇന്നയാൾ വേണം എന്ന് പറഞ്ഞ് ആ ഇടയാളനെ ആരാധിക്കുന്നവർ. ഈ 4 തരത്തിലാണ് ശിർക്കിന്റെ ആളുകൾ അള്ളാഹുവിന് ശിർക്ക് ചെയ്യുക. ഈ 4നെയും അള്ളാഹു തആല സൂറത്തു സബയിലെ 22, 23 ആയത്തുകളിലൂടെ നിഷേധിക്കുന്നുണ്ട്. അള്ളാഹു തആല പറയാണ്, ഖുൽ, നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളാണെന്ന് വാദിക്കുന്നവരെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. എന്നിട്ട് പറയുകയാണ്, ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ ഒരു അണുമണി തൂക്കം അവർ അവകാശപ്പെടുത്തുന്നില്ല, അധികാരപ്പെടുത്തുന്നില്ല. അഥവാ അള്ളാഹുവിനെ പോലെ അധികാരപ്പെടുത്തുന്ന, സൃഷ്ടിക്കുന്ന, നിയന്ത്രിക്കുന്ന മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ഇലാഹുമില്ല. അള്ളാഹു മാത്രമാണുള്ളത്. അള്ളാഹുവിനൊരു നിദ്ദില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, ആ ആകാശഭൂമികളിൽ ഒരു പങ്കുകാരനായിട്ട് ഒരാളുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥനയോ സഹായത്തേട്ടമോ അറവോ സ്നേഹമോ ബരമേൽപ്പിക്കലോ നേർച്ചയോ ഭയമോ പ്രതീക്ഷയോ അങ്ങനെ തുടങ്ങി ഒരു ഇബാദത്തിലും വേറൊരാൾക്കും, നിങ്ങൾ ആരാധിക്കുന്ന ഒരാളും പങ്കുകാരനായിട്ടില്ല. വമാ ലഹു മിൻഹും മിൻ വഹീർ, അതിലൊരാളും തന്നെ അള്ളാഹുവിന് സഹായിയായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സൃഷ്ടിപ്പിലോ നിയന്ത്രണത്തിലോ സഹായിയായിട്ട് ഒരാളുമില്ല. വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു, അള്ളാഹു അനുവാദം കൊടുത്തവർക്കല്ലാതെ ഒരാൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. 4 ഷഫീഅ, 4 ശിർക്കിന്റെ ഇനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നിഷേധിച്ചു. സഹോദരങ്ങളെ, ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ലാതെ എന്തിനാണ് അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെക്കേണ്ട ആവശ്യം? എന്തിനാണ് അള്ളാഹു തആലയ്ക്ക് ഇടയാളനായിട്ട് ഒരാൾ വേണമെന്ന് പറയേണ്ട ആവശ്യം? സഹോദരങ്ങൾ ചിന്തിക്കണം. സമസ്തയുടെ ആദർശം പിൻപറ്റുന്ന, അല്ലെങ്കിൽ അതാണ് ഇസ്ലാം എന്ന് വിചാരിക്കുന്ന, ആത്മാർത്ഥമായി അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ചില ആളുകൾ ഇത് മാത്രമാണ് ഹഖ് എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു പോകുന്ന, വിശ്വസിച്ചു പോകുന്ന, പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയുന്നത്, കുറച്ചു നേരം നിങ്ങളൊന്നിരുന്ന് ആലോചിക്കണം. ഖുർആനിലെ ഈ ആയത്തുകളെ നിങ്ങൾ പാരായണം ചെയ്യണം, എന്നിട്ട് ഹഖിനെ തേടണം, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് ശിർക്കിന്റെ ഇനങ്ങളെ പറഞ്ഞത്. ഒരു സംഭവം പറയാം, ആ സംഭവം ചിന്തിച്ചു നോക്കിയാൽ ഈ ഇടയാളന്മാരാക്കുക എന്നുള്ളത് എത്രത്തോളം ഗൗരവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഹുനൈൻ യുദ്ധം മക്കം ഫത്തഹിന് ശേഷം നടന്നിട്ടുള്ള യുദ്ധമാണ്. അപ്പൊ മക്കം ഫത്തഹിന്റെ സമയത്ത് ഒരുപാട് പുതുമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പല കാരണങ്ങളാൽ വന്നിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇസ്ലാമിലേക്ക് വന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാത്ത, കാര്യമായി അറിവില്ലാത്ത പുതുമുസ്ലിമീങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പോകുന്ന സമയത്ത് ഫമറർനാ ബി സിദ്റത്തിൻ, ഒരു ഇലന്ത മരത്തിന്റെ അടുത്ത് ഞങ്ങൾ കടന്നുപോയി. ആ ഇലന്ത മരം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഫാറുകൾ അഥവാ മുശ്രിക്കീങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്, അതിന്റെ മേലെ യുദ്ധത്തിനോ മറ്റോ പോകുമ്പോ വാളുകൾ തൂക്കിയിടും. അതിന് ചുറ്റും അവര് ഇഴ്തികാഫ് അഥവാ വചനമിരിക്കും. അതിനൊരു പ്രത്യേകത കൽപ്പിച്ചിട്ട് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ഫഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇജ്അൽ ലനാ ഹാദിഹി ദാത അൻവാതിൻ കമാ ലിൽ കുഫാരി ദാതു അൻവാതിൻ. കുഫാറുകൾക്ക് ഇതുപോലെ ഒന്നുണ്ടല്ലോ, ഇങ്ങനെ മരത്തിൽ വാള് തൂക്കിയിട്ട് ബർക്കത്തെടുക്കാനും അല്ലെങ്കിൽ അതിനു ചുറ്റും വചനം ഇരിക്കാനൊക്കെ ഒരു മരം ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് ഇതാക്കി തരണമെന്ന് പറഞ്ഞു. വകാനൽ കുഫാർ യനൂഖൂന സിലാഹും ബിസിദ്റത്തിൻ വയഅകുഫൂന ഹൗലഹാ. അവർക്ക് അങ്ങനെ ഒരു മരം ഉണ്ടായതുകൊണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? അല്ലാഹു അക്ബർ. വേറെ ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര വലിയവൻ, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഹാദാ കമാ ഖാലത് ബനൂ ഇസ്രായീൽ ലിമൂസ. ഇത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. എന്താ ബനൂ ഇസ്രായേലുകൾ പറഞ്ഞത്? മുശ്രിക്കീങ്ങൾക്ക് ഇലാഹുള്ളതുപോലെ, ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനാക്കി തരണമെന്ന് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നകും തർകബൂന സനനല്ലദീന മിൻ ഖബ്ലികും. നിങ്ങളുടെ മുൻഗാമികളുടെ അതേ പാത നിങ്ങളും പിൻപറ്റുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വാക്ക് അവർക്ക് അഥവാ സമസ്തയിലെ ആളുകൾക്ക്, അവരിലെ പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക് ദുഃഖമുണ്ടാക്കിയ, അവരുടെ ആദർശത്തെ പരിഹാസപ്പെടുത്തിയ, അവരുടെ ആദർശം വ്രണപ്പെടുത്തിയ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഈ ദയാളന്മാർ എന്നുള്ള വാക്ക് ഇതായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരുടെ വാദാണത്? ജൂതന്മാർ ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്, അള്ളാഹുവിലേക്ക് എടുക്കാൻ ഉസൈർ നബിയോട് പ്രാർത്ഥിക്കണം. ജസാറാക്കൾ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ്, അള്ളാഹുവിലേക്ക് എടുക്കാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈസാ നബിയെ ഇബാദത്ത് ചെയ്യണം. ഇതേ വാക്കല്ലേ? നഊദു ബില്ലാഹ്. എന്തൊരു വിഡ്ഢിത്തവും എന്തൊരു അപകടവുമാണ് ആ വാക്ക്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് പറഞ്ഞ വാക്കുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്ക്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ. ജൂത നസാറാക്കളെ അള്ളാഹു ശപിക്കട്ടെ. നമുക്ക് മുമ്പ് അഥവാ മുസ്ലിങ്ങൾക്ക് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കിതാബുകൾ ഇറക്കപ്പെട്ട, ഇഞ്ചീലും തൗറാത്തും ഇറക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അവർ. അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസ്ജിദ. അവർ ചെയ്ത കാര്യം എന്താ? അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി, ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി. ഈ സമസ്തക്കാർ പറയട്ടെ, ഈ ആദർശം പറയുന്നവർ പറയട്ടെ, നാട്ടിൽ അവരുടെ കീഴിലുള്ള മസ്ജിദുകളിൽ എത്രയോ ജാറങ്ങളുണ്ട്. ആ ജാറങ്ങളിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, ആളുകൾ സങ്കടം പറയുന്നുണ്ട്, അവിടെ വിരിച്ച തുണിയിൽ കുട്ടിയെ പൊതിഞ്ഞ് ബറക്കത്തെടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും നടത്തുന്ന സിയാറത്ത് ടൂറുകളിൽ നാഗൂരിലേക്കും അതുപോലെ തന്നെ അജ്മീറിലേക്കും പോകുമ്പോൾ അവിടെ നടക്കുന്നത് വ്യക്തമായ പച്ചയായ ശിർക്കാണ്. എങ്ങനെയാണ് ഈ ആദർശം അവർക്കത് ഇസ്ലാമാണെന്ന് പറയാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ച ജൂത നസാറാക്കളുടെ വാദമല്ല എന്ന് എങ്ങനെയാണ് അവർക്ക് സാധിക്കുക? ഈ കത്തിൽ അവർക്ക് വേദനയുണ്ടാക്കിയ ഈ വാക്ക്, അതാണ് തൗഹീദിന്റെ വാക്ക് എന്നും അവരുടെ ആദർശം മുശ്രിക്കീങ്ങളുടെ ആദർശമാണെന്ന് എന്താണ് അവർക്ക് മനസ്സിലാകാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കി. ഈ ഹദീസ് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൗലാ ദാലിക് ലഅബ്റസു ഖബ്റഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നബിയുടെ ഖബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ആയിഷ നബിയുടെ ഹുജറയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുള്ളത്. ഒരാളെ ആയിഷ റളിയല്ലാഹു അൻഹ അതിനകത്ത് കയറ്റിയിട്ടില്ല. ഒരാളെ നബിയുടെ ഖബർ കാണിക്കാൻ വേണ്ടി അതിന്റെ അകത്ത് ആയിഷ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കയറ്റിയിട്ടില്ല. എന്താ കാരണം പറഞ്ഞത്?
ഗൈറ അന്നി അഖ്ശാ അയ്യുത്തഖദ മസ്ജിദ, ഞാൻ പേടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറെങ്ങാനും മസ്ജിദായിട്ട് ആളുകൾ എടുക്കുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ നാടുകളിൽ മുസ്ലിം പേരുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ എന്തൊരു വേദന ഉണ്ടാക്കുന്നതാണ്. കല്ലിനെ വരും ആരാധിക്കുന്ന, മരത്തിനെ ആരാധിക്കുന്ന, മരിച്ചുപോയ ഖബറുകളെ ആരാധിക്കുന്ന, പേരും ഊരും അറിയാത്ത ആളുകളുടെ ഖബറുകളെ ആരാധിക്കുന്ന, തെമ്മാടികളായി ജീവിച്ചവരാണ് എന്ന് അറിയപ്പെടുന്ന ആളുകളുടെ ഖബറിന്റെ അടുത്തുപോലും തങ്ങളുടെ വേവലാദികൾ പറയുന്ന ഒരു സമൂഹം ഈ നാട്ടിൽ ഉണ്ടായി വന്നിട്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തൗഹീദിന്റെ വാക്ക് പറഞ്ഞപ്പോൾ അവരുടെ ആദർശത്തിന് അത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നിരർത്ഥകമാണ് അവരുടെ വാദം. നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന സ്വഹീഹായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. ലഅനല്ലാഹു ഖൗമൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അല്ലാഹു തആല ശപിക്കട്ടെ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചവർ. ചില റിവായത്തുകളിൽ സ്വാലിഹീങ്ങളുടെ ഖബറുകളെന്നും കാണാം. മസ്ജിദുകളായി ഇബാദത്തിന്റെ കേന്ദ്രങ്ങളായി സ്വീകരിച്ചവർ അവരെ അല്ലാഹു ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞാൽ ഇന്നിവർ പറയുന്ന ഇടയാളന്മാരാക്കി വെക്കുന്ന, അവർ പറയട്ടെ CM മടവൂർ അള്ളാഹുലേക്കുള്ള ഇടയാളനല്ല, മമ്പറന്തങ്ങൾ അള്ളാഹുലേക്ക് ഇടയാളനല്ല, മുഹദ്ദീൻ ഷെയ്ഖോ ബദരീങ്ങളോ അള്ളാഹുലേക്കുള്ള ഇടയാളന്മാരല്ല. അവർ പറയട്ടെ അവരെല്ലാം സ്വാലിഹ്യങ്ങളല്ല, ബദരീങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ലാത്തവരാണ് എന്നാണ് ഈ പറയുന്ന അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അമ്പിയാക്കളുടെ ഖബറിനെ ആരാധിക്കുന്നവർക്ക് ശാപം എന്ന് പറയുമെങ്കിൽ അമ്പിയാക്കൾക്ക് സ്ഥാനമില്ല എന്നാണ് അർത്ഥം. അല്ല, അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾ അത് തെറ്റാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സംസാരം കേൾക്കുന്ന ഇന്ന് കാലത്ത് നമുക്കറിയില്ല, ഞാൻ ഈ പറയുന്ന സംസാരം ഇവിടെ നിന്ന് ഓഡിയോ ആയിട്ട് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ ഒരു ആദർശത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ ശബ്ദം അതുപോലെയുള്ള ആളുകൾ കേൾക്കണം, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കി തൗഹീദിന്റെ പാതയിലേക്ക് ആളുകൾ എത്താൻ ഇതൊരു കാരണമാകണം. ഏതൊരു ദഅവത്ത് പോലെയും നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് പറയാനുള്ളത് എന്താണ്? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇടയാളന്മാരെ സ്വീകരിക്കാനാണോ? അള്ളാഹുവിലേക്ക് വേറെ ആരെങ്കിലും കൂട്ടുവിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അള്ളാഹു തആല പറയാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യും, എന്നോട് നേരിട്ട് ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. മറ്റൊരായത്തിൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക ഇബാദി അന്നി, നബിയേ എന്റെ അടിമകൾ എന്നെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്. ഈ ആയത്തിന് പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള സൂറത്തുൽ ബഖറയിലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞാൽ യസ്അലൂനക എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളെ പറ്റി ചോദിക്കാൻ പറഞ്ഞാൽ അള്ളാഹു മറുപടി പറയാൻ എന്താ അറിയോ? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ദീനിന്റെ ശരീഅത്ത് നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ദുആഇന്റെ ഈ ആയത്ത് എത്തിയപ്പോൾ അതിന്റെ ജവാബ് അള്ളാഹു നേരിട്ടാണ്. ഫഇന്നി ഖരീബ്, ഞാൻ എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ആയത്തിൽ ഭാഷാപരമായിട്ട് തന്നെ ആ അള്ളാഹു നേരിട്ട് മറുപടി പറയുന്ന അവസ്ഥയിലാണ് ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ആണ് അടുത്തുള്ളവൻ, പിന്നെ എന്തിനാണ് ഇടയിൽ ഒരാള്? അള്ളാഹു പറയാണ് ഫഇന്നി ഖരീബുൻ, ഞാനാണ് അവരുടെ അടുത്തുള്ളവൻ. അവരുടെ ഏറ്റവും ശരീരത്തിനോടടുത്ത ഏറ്റവും ഏത് ഭാഗത്തിനേക്കാളും അള്ളാഹു ആണ് അവരോട് അടുത്തുള്ളവൻ. ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം ചെയ്യും. സഹോദരങ്ങൾ, അള്ളാഹു പറയുന്നു എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ എന്തിനാണ് വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവരുടെ വിശ്വാസത്തെയും ആദർശത്തെയും അത് വ്രണപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് അവരുടെ ആദർശം? അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെക്കണം, അങ്ങനെ മാത്രം തേടണം എന്നുള്ളതോ? നഊദു ബില്ലാഹ്. അള്ളാഹു ഒരു വാക്ക് പറയുന്നു, ഈ സമൂഹം മറ്റൊരു വാക്ക് പറയുന്നു. മുസ്ലിങ്ങൾ ഏതാണ് സ്വീകരിക്കേണ്ടത്?
മുസ്ലിമീങ്ങൾ ഏതാണ് സ്വീകരിക്കേണ്ടത്? എന്നിട്ട് അള്ളാഹു പറയാണ് ഫൽയസ്തജീബൂലി, അവര് എനിക്കുത്തരം ചെയ്യട്ടെ, അവര് ഞാൻ പറഞ്ഞ പോലെ ചെയ്യട്ടെ, വൽയുമിനൂ ബി, എന്നിൽ വിശ്വസിക്കട്ടെ. അള്ളാഹു പറയാണ് എന്നിൽ വിശ്വസിക്കട്ടെ. അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കിട്ടില്ല എന്നോ, അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അള്ളാഹു നൽകില്ല എന്നോ? സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പാപികളാണെങ്കിലും അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾ പാപം പൊറുക്കാനുള്ളത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ആർക്കാണത് പൊറുത്തു തരാൻ സാധിക്കുക? ഈ ചിന്തയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള നിരാശയാണ് ഷിർക്കിന്റെ കവാടം തുറന്നിട്ടുള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മുതൽ ഈ കാലഘട്ടം വരെ. അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. അള്ളാഹു തആല അതിന് ഉത്തരം ചെയ്യുന്നതും സ്വീകരിക്കുന്നതുമാണ് എന്ന് സഹോദരങ്ങളെ അള്ളാഹു ശക്തമായി വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന് പുറമെ വേറൊരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നത്. അള്ളാഹുവിനോട് ഇടയാളനെ വെച്ചിട്ട് അയാളോട് തേടുന്ന, അയാളോട് ശുപാർശ തേടുന്ന, അയാളോട് സഹായം തേടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. അള്ളാഹു തആല സൂറത്ത് യൂനുസിൽ 106, 107 ആയത്തുകളിൽ പറയാണ്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു ഉപദ്രവം ചെയ്യാത്ത അള്ളാഹുവിന് പുറമേയുള്ള ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുആ ചെയ്യരുത്. നിങ്ങൾ ദുആ ചെയ്യരുത്. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അത് ചെയ്യുകയാണെങ്കിൽ നീ അതാ ദുൽമ ചെയ്ത അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. അഥവാ കൊടും പാപമാണത്, കൊടും പാതകമാണത്. എന്നിട്ട് പറയാണ് വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ദോഷം നിനക്ക് ബാധിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിനല്ലാതെ അത് മാറ്റാൻ സാധിക്കില്ല, അത് ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നിട്ട് പറയാണ് വയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അള്ളാഹു എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിലോ അത് തടയാനും ഒരാൾക്ക് സാധിക്കില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ബാധിപ്പിക്കുന്നു. സഹോദരങ്ങൾ, നിങ്ങളുടെ പ്രശ്നം എന്താണോ? കടബാധ്യതയാണോ? അല്ലെങ്കിൽ മക്കൾ വിവാഹം നടക്കാത്തതാണോ? വീടില്ലാത്തതാണോ? ജോലിയില്ലാത്തതാണോ? രോഗം മാറാത്തതാണോ? എന്താണെങ്കിലും ആ ദോഷം മാറ്റാനും നിങ്ങൾക്കൊരു അനുഗ്രഹം വരുത്താനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ ശിർക്കിൽ പോയി വീഴുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വേണമെന്ന് അവർ വാദിക്കുന്നത്, ആ ഇടയാളന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, ഒരു ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കിന് ഒരിക്കലും അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കാൻ സാധിക്കില്ല. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ചില ആയത്തുകൾ സൂറത്തുൻ നംലിലെ 59 മുതലുള്ള ചില ആയത്തുകൾ അള്ളാഹു പറയാൻ, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കുകയും മഴ പെയ്യിപ്പിക്കുകയും ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, വ്യത്യസ്ത നിറങ്ങളിലും രൂപത്തിലുമുള്ള കായ്ക്കനികളും തോട്ടങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തരികയും മാ കാന ലക്കും അൻ തുംബിതു ഷജറഹ, അതിലൊരു വൃക്ഷം പോലും നിങ്ങൾക്ക് മുളപ്പിക്കാൻ സാധിക്കില്ല. ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹോ? ആ അള്ളാഹുവിനോടൊപ്പം വേറൊരാൾ വിളിച്ച് ദുആ ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് സഹായം തേടുകയോ? ബൽഹും ഖൗമു യഅദിലൂൻ, അവർ തെറ്റിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ അക്രമം പ്രവർത്തിക്കുന്ന സമൂഹമാണ്. അമ്മൻ ജഅലൽ അർദ ഖറാറ, അല്ലാഹു അതാ ഭൂമിയെ താമസിക്കാൻ യോഗ്യമാക്കി തന്നിരിക്കുന്നു. വജഅല ഖിലാലഹ അൻഹാറ, അതിനിടയിൽ അരുവികളെ ഒഴുക്കിയിരിക്കുന്നു. വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, അതിൽ പർവ്വതങ്ങളെ ഒരുക്കിയിരിക്കുന്നു. കടലിൽ രണ്ടു തരത്തിലുള്ള ശുദ്ധജലവും ഉപ്പുജലവും പരസ്പരം കൂടിച്ചേരാത്ത വിധം അതിലൊരു ഇടയുണ്ടാക്കിയിരിക്കുന്നു. ആ ഇലാഹും മഅല്ലാഹ്, ആ അള്ളാഹിനോടൊപ്പം മറ്റൊരു ഇലാഹോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ ആയത്തുകൾ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മളൊരു കാര്യത്തിന് ഇപ്പൊ ഈ ആദർശം പറയുന്ന ആളുകൾ അവർ അകപ്പെട്ടു പോയിട്ടുള്ള ആ അവസ്ഥയിൽ അവരുടെ ഒരു പ്രശ്നം പറയാൻ ഏതെങ്കിലും ഒരാളെ അള്ളാഹുലേക്ക് ഇടനിലക്കാരനാക്കുമ്പോൾ അവരൊന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹുവിന്റെ കഴിവിനെയും ശക്തിയെയും പറ്റി. അള്ളാഹിനോടൊപ്പം മറ്റൊരു ഇലാഹോ? ബൽ അക്സറുഹും ലാ യഅലമൂൻ, അധിക പേരും അവർ മനസ്സിലാക്കുന്നില്ല. അമ്മ യുജീബുൽ മുസ്തറ ഇദാ ദഅ, ഒരു ഞെരുക്കം അനുഭവിക്കുന്നവൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുവൻ വിളിച്ചു തേടിയാൽ ആ വിളിച്ചു തേട്ടത്തിന് ഉത്തരം നൽകുന്നവൻ. വയക്ഷിഫു സൂഅ, അവന് ബാധിച്ച ദോഷം ഒഴിവാക്കി കൊടുക്കുന്നവൻ. വയജ്അലുകും ഖുലഫാഅൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാർ ആയി നിയോഗിച്ചവൻ. ഇലാഹും മഅല്ലാഹ്,
അള്ളാഹിനോടൊപ്പം മറ്റൊരു ഇലാഹോ ഖലീലൻ മാ തദക്കറൂൻ നിങ്ങൾ കുറച്ചേ ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാതിൽ ബർരി വൽ ബഹർ കടലിലും കരയിലുമായിട്ടുള്ള ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ. വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈഹി റഹ്മതിഹി അവന്റെ കാരുണ്യമായി കൊണ്ട് കാറ്റിനെ അയക്കുന്നവൻ. ഇലാഹും മഅല്ലാഹ് അള്ളാഹിനോടൊപ്പം മറ്റൊരു ഇലാഹോ തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനാണ്. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു സൃഷ്ടിപ്പ് ആരംഭിച്ചവൻ അത് ആവർത്തിക്കുന്നവൻ. വമൻ യർസുഖുഹും മിനസ് സമാഇ വൽ അർദ് ആകാശത്തും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ. ഇലാഹും മഅല്ലാഹ് അള്ളാഹിനോടൊപ്പം മറ്റൊരു ഇലാഹോ ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുലേക്ക് ഇടയാളന്മാരെ വേണമെന്ന് പറയുന്ന വാദം അതാണ് ശരിയെങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവ് കൊണ്ടുവരൂ. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഏതെങ്കിലും ഒരു സഹാബിയുടെ വാക്കിൽ നിന്നോ അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാരെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ഏതെങ്കിലും ഒരു ഇലാഹുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. അള്ളാഹു തആല വീണ്ടും ചോദിക്കുന്നു, അള്ളാഹു ഈ ആയത്ത് കേട്ടിട്ട് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും ആ ഒരു മനുഷ്യന്റെ അവസ്ഥ? സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കേട്ടിട്ട് അള്ളാഹു അല്ലാത്ത ഒരാളോട് തന്റെ ദുഃഖവും വിഷമവും പറയാൻ, പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അള്ളാഹു ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖകും നിങ്ങൾക്കുള്ള ഉപജീവനം നൽകിയത്. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും നിങ്ങളെ മരിപ്പിക്കുന്നത്, നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? CM മടവൂരിനെ കൊണ്ട് നിങ്ങളെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ പറ്റുമോ? നിങ്ങളെ മരിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ സഹായം തേടുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ ഇടയാളനാക്കുന്ന ഏതൊരാളെ കൊണ്ടും ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹു പറയുന്നു, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവർ പങ്കു ചേർക്കുന്ന അള്ളാഹുവിൽ എന്തിനെ പങ്കു ചേർക്കുന്ന ആളാണെങ്കിലും അവരെക്കാളെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു തആല വീണ്ടും പറയുന്നു സൂറത്തു ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹന്നാസ് ഏ ജനങ്ങളെ ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞ നിഅമത്തുകൾ നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ ആലോചിക്കുക. നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ആകാശഭൂമിയിൽ നിന്ന് റിസ്ക് നൽകാൻ അള്ളാഹു അല്ലാതൊരു ഇലാഹുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ എന്താവശ്യവും പൂർത്തീകരിക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടാലും സാധിക്കുമോ? പറയാണ്, ലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അല്ലാതൊരു ഇലാഹുല്ല. അള്ളാഹുവിനല്ലാതെ അത് സാധിക്കില്ല. അള്ളാഹുവിനല്ലാതെ ഇബാദത്തിന് അർഹതയില്ല. ഫഅന്നാ തുഫകൂൻ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വാദങ്ങൾ പറയാൻ സാധിക്കുന്നത്? സഹോദരങ്ങളെ, സമസ്ത പോലെയുള്ള വിഭാഗങ്ങൾ, അത് AP ആവട്ടെ, EK ആവട്ടെ, ഏത് വിഭാഗങ്ങളാവട്ടെ, ആ ഒരു ആദർശത്തിൽ നിൽക്കുന്ന ആളുകൾ, അതിലെ സാധാരണക്കാർ, അവരോട് നാം പറയട്ടെ, നിങ്ങൾ കുറച്ചിരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഈ ആയത്തുകളും ഹദീസുകളും അള്ളാഹുവിനെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കി. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് തേടൂ. നിങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നു, ഇടയാളന്മാരെ വെച്ചുകൊണ്ട് തേടൂ. ഏതായിരിക്കും ശരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് ഇടയാളന്മാരെ വെച്ച് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിയ ആളുകളോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ്. അതവർ അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് ഇവിടെ ബദറും ഉഹുദും എല്ലാം ഉണ്ടായത്. എന്നിട്ട് ഇതാ നിങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നു, ഇടയാളന്മാരെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ സുമറിലെ 37, 36 മുതൽ 38 വരെയുള്ള ആയത്തുകൾ അള്ളാഹു പറയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ് ഒരടിമക്ക്, തന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ? എന്താവശ്യമാവട്ടെ അള്ളാഹുവിനെ കൊണ്ട് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത്? അള്ളാഹു മതിയായവനല്ലേ? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി എന്നാൽ അവർ നിന്നെ പേടിപ്പിക്കുകയാണ്. അള്ളാഹുവിന് പുറമേയുള്ള ആളുകളെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. വമയ്യുദ്ലില്ലാഹു ഫമാലഹു മിൻ ഹാദ് അള്ളാഹു അവരെ പഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ പഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നേർമാർഗത്തിലേക്കാൻ വേറൊരാളുമില്ല. വമയ്യഹ്ദില്ലാഹു ഫമാലഹു മിൻ മുദിൽ
അള്ളാഹു ഹിദായത്തിലാക്കിയാൽ അവനെ പിഴപ്പിക്കാൻ ഒരാളുമില്ല. അലൈസ അല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം, അള്ളാഹു പ്രതാപിയും കഠിനമായി ശിക്ഷാ നടപടികൾ എടുക്കാൻ കഴിവുള്ളവനുമല്ലേ. എന്നിട്ട് പറയാണ് വല ഇൻ സഅൽതഹും, നിങ്ങൾ ചോദിക്കും, ശിർക്ക് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? യഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്, അവർ പറയും അല്ലാഹുവാണ്. ഖുൽ അഫറഅയ്തും, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുന്നില്ലേ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതിനെ പറ്റിയിട്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് പുറമെ ഏതൊരാവശ്യത്തിനും ഇടയാളന്മാരാക്കിയിട്ട് അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും അതല്ലാതെയാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അള്ളാഹു എനിക്കൊരു ദോഷം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കത് ഒഴിവാക്കി തരാൻ പറ്റുമോ? അള്ളാഹു അല്ലാതെ വേറെ ആർക്കെങ്കിലും അത് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, എനിക്കെന്തെങ്കിലും ഒരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്, പറയ് എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മാത്രം മതി എന്ന് പറയും. ഭാഷാപരമായിട്ട് തന്നെ ഹസ്ബി അല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രം മതി എന്നുള്ള അർത്ഥം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിലേക്ക് ഇടയാളന്മാരില്ലാതെ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ എന്നുള്ള വാദം, അത് തങ്ങളുടെ ആദർശത്തിനെതിരായെന്ന് പറഞ്ഞ സമസ്തയുടെ ആദർശം പിൻപറ്റുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ തട്ടി പറയാൻ പറ്റുമോ ഹസ്ബി അല്ലാഹ് എന്നുള്ളത്? ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നുള്ളത്, ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ, ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ, ഞങ്ങൾക്ക് സഹായം തേടാൻ, ഞങ്ങൾക്ക് അറിവ് നടത്താൻ അള്ളാഹു മാത്രം മതി എന്ന് ഈ ആളുകൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെ പറയുമ്പോ എന്താ പറഞ്ഞത്? അള്ളാഹ് പോരെയും ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പോരാ, ഇടയിൽ വേറെ കുറെ ആളുകൾ വേണം എന്ന് പറയാന്ന്. നഊദു ബില്ലാഹ്. എന്നിട്ട് പറയാണ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിന്റെ മേലെ ഭരമേൽപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ മേലെ ഭരമേൽപ്പിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം 17-ാം തീയതിയാണ് കത്ത് ഈ ആളുകൾ SYS-ന് സുന്നി യുവജന സംഘം എന്നീ സമസ്തയുടെ കീഴ്ഘടകത്തിന്റെ ആളുകൾ ഈ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഈ കത്തയക്കുന്നത്. എത്ര അവരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന, അവരുടെ വിശ്വാസത്തിന്റെ ന്യൂനത ബോധ്യപ്പെടുത്തുന്ന, അവരുടെ ആ ആദർശത്തിന്റെ ഏറ്റവും പിഴവ് ബോധ്യപ്പെടുത്തുന്ന ഒരു വാദമാണത്. ഇങ്ങനൊരു ദുരവസ്ഥയിലേക്ക് നിന്ദിക്കപ്പെടാൻ അവർ കാരണമായത് അവരിലെ ഈ വിശ്വാസത്തിന്റെ പിഴവ് തന്നെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണോ, സ്വഹാബികൾ ജീവിതത്തിൽ പാലിച്ച ദീൻ ഏതാണോ അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, തൗഹീദിനെ പറ്റി പറയുന്ന, തൗഹീദ് എന്താണെന്ന് പഠിപ്പിക്കുന്ന, എന്താണ് സ്വഹാബികൾ ജീവിച്ച് കാണിച്ചെന്ന മാർഗമെന്ന് സമൂഹത്തിനെ ഉത്ബോധിപ്പിക്കുന്ന പ്രബോധകന്മാരുടെയും ഉലമാക്കളുടെയും അധ്യാപനങ്ങൾ കേൾക്കുകയും അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീന നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ഉപ്പ എന്തായി, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്തായി എന്നുള്ളതല്ല, ഖുർആനിന്റെയും ഹദീസിന്റെയും സഹാബികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീന നിലനിൽക്കേണ്ടത്. ഒരൊറ്റ സഹാബി പോലും ഇവർ പറഞ്ഞ ഈ വാദം പറയില്ല. അള്ളാഹുലേക്ക് ഒരു ഇടയാളം വേണമെന്നുള്ള വാദം അവർ പറയില്ല. അവരങ്ങനെ ചെയ്തിട്ടില്ല. അവർ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുന്ന ആളുകളാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച, അത് ജീവിതത്തിൽ തെളിയിച്ചു കൊടുത്ത ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു ആശയ പാപ്പരസം, സമസ്തയിലെ ഈ വാദം, ഈ ആദർശത്തിന്റെ പിഴവ്, ഇതൊരിക്കലും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് ഹസ്ബി അല്ലാഹ് എന്ന വാക്കാണ്. ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നുള്ളതാണ്. ഇടയാളന്മാരായിട്ട് ഒരാളുടെയും ആവശ്യമില്ല. ഞങ്ങൾ നബിമാരിൽ വിശ്വസിക്കുന്നവരാണ്, ഔലിയാക്കൾ വിശ്വസിക്കുന്നവരാണ്, സ്വാലിഹീങ്ങളിലും ശുഹദാക്കളിലും വിശ്വസിക്കുന്നവരാണ്, പരലോകത്ത് ശഫാഅത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, നബിയുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നവരാണ്. ഇതൊക്കെ പ്രതിഫലം നൽകുന്ന മഹത്തായ കാര്യങ്ങളാണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ്. ഇതൊന്നും ഈ പറഞ്ഞ വാദങ്ങൾക്കെതിരായിട്ടുള്ളതല്ല. അഥവാ അള്ളാഹുലേക്ക് ഇടയാളന്മാരെ വെക്കണ്ട എന്ന് പറയുന്ന ആളുകൾ ഇത്തരക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയല്ല. തൗഹീദിന്റെ ആളുകൾ ദീനിൽ എന്താണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഖുർആനിലും ഹദീസിലും സ്വഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുന്നവരാണ്. ഇത് പിഴവാണ്, ഇത് വഴികേടാണ്, ഇത് മുശ്രിക്കീങ്ങളുടെ വാദമാണ്. അറിഞ്ഞോ അറിയാതെയോ അതിലകപ്പെട്ട ആളുകൾ ഉണ്ടാകും.
അറിഞ്ഞുകൊണ്ട് അതിലകപ്പെട്ട ആളുകൾ അവർ അപകടകാരികളാണ്, അവരുടെ പുരോഹിതന്മാർ. എന്നാൽ സാധാരണക്കാർ ചിലപ്പോൾ അറിവില്ലാതകപ്പെട്ടവരുണ്ടാകും. അവർ ചിന്തിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. നാളെ പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണ്. തൗഹീദ് കൊണ്ടല്ലാതെ സ്വർഗം ലഭിക്കില്ല, ശിർക്ക് കൊണ്ടല്ലാതെ നരകത്തിൽ ശാശ്വതമാവുകയുമില്ല. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള പിഴച്ച പ്രബോധകന്മാർ, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരുടെ സമസ്ത പോലെയുള്ള അതുപോലെ പിഴച്ച വിഭാഗങ്ങൾ, ശിർക്കിന്റെ വാദങ്ങൾ പറയുന്ന ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരിൽ നിന്ന് അകന്നു നിൽക്കുക, ദീന് പഠിക്കുക, യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തൗഹീദിന്റെ ആളുകളായി തൗഹീദ് സാക്ഷാത്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് അർഹരാവുന്ന സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.